ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സജനി വേലായുധൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇല പൊഴിയുന്ന ശിശിരവും മീനച്ചൂടിൻ്റെ ചൂടും ഒത്തുചേർന്ന ഈ ഫെബ്രുവരി മാസത്തിൽ എല്ലാവരും തകൃതിയായിട്ട് പരീക്ഷയ്ക്ക് ഉള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പഠനത്തെക്കുറിച്ച് എങ്ങനെ പഠിക്കാമെന്നും നമുക്കൊന്ന് പങ്കുവച്ചാലോ. അനുഭവത്തിൽ നിന്നും നൈപുണ്യത്തിൽ നിന്നും അറിവുകൾ ആർജിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. പഠനം ഒരു കലയാണ്, പഠിക്കുന്നത് ഒരു കലയാണ്. എല്ലാവർക്കും ചിലർക്ക് അറിയില്ല, ചിലർക്ക് വളരെ വിഷമം പോലെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാനത് നീക്കി വെക്കും. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് അല്ലേ പഠിക്കുന്ന കാര്യത്തിൽ. നമ്മൾ ഒരു സിനിമ ഡയലോഗ് പോലെ നടൻ ഇന്നസെൻ്റ് പറയാറില്ലേ, എന്തിനാ പഠിക്കുന്നത്? ആയതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്നും എന്തിനാണ് പഠിക്കുന്നതെന്നും എന്താണ് പഠിക്കുന്നതെന്നും ഒരു അവബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സിലബസ്, കണ്ടൻറ്റ്, നമ്മളുടെ പോർഷൻസ് എത്രയും ഉണ്ട്, ഓരോ വിഷയത്തിനും എത്ര ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നതെന്ന് നമ്മൾ ഒരു പൊതുവെ ഒരു ഗ്രാഹ്യം പഠിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്നത് നല്ലതാണ്. ചില പാഠഭാഗങ്ങൾ പ്രയാസമേറിയതും ചിലത് വളരെ എളുപ്പവുമായിരിക്കും. അതൊന്ന് വേർതിരിച്ചെടുക്കുന്നത് നല്ലതാണ്. കൂടാതെ കൃത്യമായിട്ടുള്ള നോട്ട്സ് നമ്മൾക്കുണ്ടോ? ചിലപ്പോൾ നമുക്ക് അതിനകത്തുള്ള വിവരങ്ങൾ ഒന്നും ഉണ്ടാവില്ല. നോട്ട്സ്, ക്ലാസ്സിലെ നോട്ട്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ലാസ്സിലെ നോട്ട്സ് കൃത്യമായി നമ്മളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ചോദ്യങ്ങളും അതെങ്ങനെ വരും എന്ന് വിശദമായി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രയാസമുള്ളതും എളുപ്പമായിട്ടുള്ളതും വേർതിരിച്ചിട്ട് ഓരോ വിഷയങ്ങൾ പഠിക്കുന്നത് ഓരോ രീതിയിലാണ്. ഈ പ്രയാസമുള്ളതും എളുപ്പമുള്ളതും നമ്മൾ വേർതിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ പുട്ടിനിടയിൽ തേങ്ങാപ്പീര് ഇടുന്നത് പോലെ പ്രയാസമുള്ളത് ബോറടിക്കുമ്പോഴത്തേനും നമുക്ക് എളുപ്പമുള്ളത് കുറച്ച് വായിക്കുമ്പോൾ നമ്മുടെ പോർഷൻസ് വേഗം തീരും അല്ലേ. അതേപോലെ തന്നെ വിവിധ വിഷയങ്ങൾ പഠിക്കുന്നത് പല രീതിയിലാണ്. ചിലർക്ക് സയൻസ് എളുപ്പമാണെങ്കിൽ ചിലർക്ക് ഹിസ്റ്ററി ആയിരിക്കും എളുപ്പം. ഇതെല്ലാം പഠിക്കുന്ന, അല്ലെങ്കിൽ കണക്കായിരിക്കും എളുപ്പം. ഇതെല്ലാം പഠിക്കുന്നത് വേറെ രീതിയിലാണ്. സയൻസിനെ സംബന്ധിച്ചുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് പെട്ടെന്ന് അത് പ്രസൻറ്റ് ചെയ്തെടുക്കാം, സിമ്പിളായിട്ടും ക്രോഡീകരിച്ചും ഒക്കെ എടുക്കാം. അതേസമയം ഹിസ്റ്ററി ആണെങ്കിൽ ഒരു കാലക്രമം അനുസരിച്ച് നമ്മൾ ഒരു വിവരം ഓർത്തു വെക്കുകയും അത് വിശദമായി എഴുതുവാനും, ചിലപ്പോൾ ഒരു ഫ്ലവറി ലാംഗ്വേജ് എന്നൊക്കെ പറയത്തില്ലേ, നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും. ഇംഗ്ലീഷിനും അങ്ങനെയാണ്, നല്ല രീതിയിൽ എങ്ങനെയാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജസിനുള്ള ഒരു പ്രത്യേകത. നമ്മളുടെ എഴുതിൻ്റെ ഒരു കഴിവുമൊക്കെയാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും വിവിധ രീതിയിലാണ് പഠിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയങ്ങൾ പല രീതിയിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവും. അത് സയൻസിനാണ് കൂടുതലും, സയൻസിനും മാത്സിനുമൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആശയങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി, വിവിധ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും അത് മനസ്സിലാക്കാനുള്ള. അത് ആ രീതിയിൽ ഓരോ ആശയങ്ങൾ, അതായത് കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടുതൽ വേഗത്തിലും അനായാസവും ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി സജീവമായ പഠനം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലേണിംഗ്. എത്രമാത്രം നമ്മൾ ഊർജ്ജസ്വലരായിട്ട് പഠിക്കുന്നുണ്ട്. ചിലർ പാസീവ് ആയിരിക്കും, നമ്മൾ ഒന്നും വേണമെങ്കിൽ അതിങ്ങോട്ട് കയറട്ടെ. നമ്മൾ ആക്റ്റീവായിട്ട്, അതായത് ഓർമ്മയിൽ നിലനിൽക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആക്റ്റീവ് ലേണിംഗ്. അല്ലെങ്കിൽ നമ്മുടെ പാഠ്യഭാഗം അത് രസകരമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നാണെങ്കിൽ ധാരാളം, പണ്ടത്തെ കാലത്തെ പോലെയല്ല, ധാരാളം കാര്യങ്ങളുണ്ട്. വീഡിയോ ഉണ്ട്. അതേപോലെ ചിലർക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ട് പഠിക്കുന്നത് ഭയങ്കര പെട്ടെന്ന് ഞാൻ ഗ്രഹിക്കും. ഒരാൾ വായിച്ചിട്ട് കേട്ടാൽ അത് തന്നെ നമ്മുടെ ഒരു വിഷയം ഒരു കൊച്ചു വീഡിയോ ആയിട്ട് നമ്മൾ എടുത്ത് നമ്മൾ തിരിച്ച് കേൾക്കുക. തിരിച്ച് കേൾക്കുമ്പോൾ ഇത്രയും പോയിന്റ്സ് നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ നമ്മൾ സമയമെടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ പാഠ്യഭാഗങ്ങൾ രസകരമാക്കാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഓർമ്മയിൽ നിലനിർത്താൻ ഒത്തിരി സൂത്രപ്പണികളുണ്ട്. ഞാൻ ഒരു ടെക്നിക്ക് ഇപ്പോഴത്തെ ഇതിൽ ഞാനൊന്ന് സൂചിപ്പിക്കാം. സ്ലീപ്പ് ഓവർ. ഉറങ്ങുന്നതിന് മുമ്പേ നമ്മളൊരു മനഃപൂർവ്വമായിട്ട് പഠിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് കൂടുതൽ വേഗത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും.
അങ്ങനെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചിലർക്ക് ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതികൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല ഭാഗങ്ങളായിട്ട് തിരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒരു നൃത്തം ആയിക്കൊള്ളട്ടെ, ഒരു സ്പോർട്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പാട്ട് പഠിക്കുന്ന ഒരാളായിക്കൊള്ളട്ടെ. ഇപ്പോൾ പാട്ട് 20 പ്രാവശ്യമെങ്കിലും കേൾക്കണം, പാട്ട് നന്നായിട്ട് ഒരു പാട്ടിനെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വരുവാനായിട്ട് ഒരു 20 പ്രാവശ്യമെങ്കിലും കേട്ടാലേ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇതൊരു ടിപ്പാണ്. അതേപോലെ ഒരു ഡാൻസ് പഠിക്കുന്നുണ്ട്, അതിൻ്റെ പോർഷൻസ് ആയിട്ട് ഒരു 10 ടൈംസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് കൂടുതൽ നന്നായിട്ട് ഗൃഹസ്ഥമാക്കാം. അതേപോലെ സ്പോർട്സിന് പോകുന്നവർ വേഗത്തിൽ ഓടാൻ ധാരാളം സൂത്രപ്പണികൾ, ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അതേപോലെ തന്നെ നമ്മളും പല പല ടെക്നിക്കുകൾ യൂസ് ചെയ്ത് പഠിത്തം കുറച്ചുകൂടെ ഒരു രസകരമാക്കുകയാണെങ്കിൽ നമ്മൾക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ ഓർത്തിരിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എനിക്ക് എഴുതി നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഓർമ്മയിൽ നിൽക്കും. അപ്പം ഇപ്പോഴുള്ളവർ ചിലപ്പോൾ എഴുതാൻ മടിയായിരിക്കാം, അങ്ങനെയൊക്കെ ചിലർക്ക് കാണും. അപ്പോൾ അത് നമ്മൾ എഴുതി നോക്കുന്നത്, അതുപോലെ മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് ഇട്ട് നോക്കുന്നത്, അപ്പോൾ നമുക്കൊരു എല്ലാ പോയിന്റ്സും നമ്മൾ ഓർത്തെടുത്ത് വരുന്നുണ്ടോ, ടൈം വെച്ച് ടെസ്റ്റ് പേപ്പർ ചെയ്യുന്നത് ഒക്കെ വളരെ സഹായകരമാകും. നമ്മൾ കൂടുതൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് തന്നെ പറഞ്ഞൊരു ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം എങ്ങനെയാണ് നമ്മൾ സമയം ക്രമീകരിക്കുന്നത്, ഓരോ പോർഷൻസ് തീർക്കാനും എല്ലാം എങ്ങനെ നമ്മൾ ക്രമീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തന്നെ. റിവൈസ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം, എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 4 to 5 ടൈംസ് റിവൈസ് ചെയ്താലേ എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ഒരു പരീക്ഷ എഴുതാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർ നമ്മൾ തലേദിവസം വായിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട്, എങ്കിൽ പോലും ചിട്ടയോടെ പഠിക്കുന്ന ഒരു രീതിയെ പറ്റിയാണ് ഞാനിപ്പോൾ. അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ്, ടൈം വെച്ച് എക്സാംസ് ഇടുന്നത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നത് അവസാന സമയത്ത്, ഏതൊക്കെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രയോറിറ്റി വൈസ് പഠിക്കുന്ന ലാസ്റ്റ് നിമിഷ പഠന രീതികൾ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ കിടന്നുറങ്ങുന്നതും കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുന്നതും കറക്റ്റ് സമയത്തിന് വെള്ളം കുടിക്കുന്നതും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഉറക്കളച്ച് കുറേ നേരം പഠിച്ചാൽ ചിലപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തൊന്നും വരില്ല. സോ അതേപോലെ പ്രത്യേകിച്ചും വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതും, അതുപോലെ തന്നെ സ്ട്രെസ്സ് നമുക്കുണ്ടാകുന്ന പരീക്ഷ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മൾ മാനേജ് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ സമയത്ത് ആരോഗ്യം നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അസുഖങ്ങൾ വരാതെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. അതായത് നമുക്ക് ഡൗട്ട്സ് കാണും, അത് ലാസ്റ്റ് നിമിഷത്തിലാണെങ്കിലും നമ്മൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കണം. ഒരു ലാസ്റ്റ് ടൈം ഒരിക്കലും ഒരു സംശയം വെച്ചുകൊണ്ടിരിക്കരുത്. ടൈം അനുസരിച്ച് ലാസ്റ്റിലൊക്കെ പഠിക്കുമ്പോൾ വളരെ വേഗത്തിലായിരിക്കും പോകുന്നത്. എന്നാലും നമ്മുടെ സംശയങ്ങൾ ടീച്ചേഴ്സിനോടോ കൂട്ടുകാരോടോ ഒക്കെ ചോദിച്ച് ആ സംശയം തീർക്കുന്നത് നമുക്ക് ചിലപ്പം എക്സാമിൽ തന്നെ ഒരു ക്രൂഷ്യൽ മുഹൂർത്തമായി മാറാം. അതൊരു ക്രൂഷ്യൽ മൊമെൻ്റായിട്ട് മാറാം. അതുകൊണ്ട് ഡൗട്ട്സ് ഒന്നും വെച്ചിക്കരുത്. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് എത്രയും ക്ലിയർ ചെയ്യാമോ അത്രയും ക്ലിയർ ചെയ്ത് വേണം തീർത്ത് പഠിക്കണം എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും പരീക്ഷ എഴുതാനുള്ള ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ്.